കൺട്രോൾ റൂം നമ്പറടക്കം ഇപ്പോൾ ലഭ്യമായ പശ്ചാത്തലമുണ്ട്. 1 മണിക്കാണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അതിശക്തമായിരുന്നു. കുത്തിയൊലിച്ചു വന്ന മരങ്ങളും ഈ കല്ലുകളും മണ്ണും ചെളിയും ഒക്കെ ചേർന്ന് ഒരു പ്രദേശത്തെ മുഴുവൻ ഇല്ലാതാക്കിയ സാഹചര്യമുണ്ട്. പല ആളുകളുടെയും ബന്ധുക്കളെ കാണാനില്ല എന്ന് പറഞ്ഞ ചാനൽ ഓഫീസുകളിലേക്ക് പലരും വിളിച്ച് കരഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അത് വല്ലാത്ത ദുഃഖകരമായ അവസ്ഥയാണ്. ഒരുപാട് വീടുകൾ വെള്ളത്തിനടിയിൽ ഇപ്പോഴും പെട്ടുകിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. നാവികസേനയുടെ അടക്കം സഹായം, വ്യോമസേനയുടെ സഹായം തേടി മാത്രമേ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതാണ്. NDRF സംഘത്തിന് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല. അവർക്ക് ഈ കുത്തിയൊലിക്കുന്ന പുഴ കടന്ന് എത്തുക എന്ന് പറയുന്നത് പ്രയാസമാണ്. കാരണം ആ മുണ്ടക്കൈ ഭാഗത്തെ മറുകരയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പാലം പൂർണ്ണമായും തകർന്ന സാഹചര്യമുണ്ട്. 8 മരണം ഇതിനകം സ്ഥിരീകരിച്ചു. ഒരുപാട് മൃതദേഹങ്ങൾ ഓരോ നിമിഷവും കണ്ടെടുക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും അതീവ ഗൗരവതരമായ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലും വിവരിക്കാനാവുന്നില്ല ഈ സാഹചര്യത്തിന്റെ ഗൗരവത്തെ. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായി ഇത് മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പുത്തുമല ഉരുൾപൊട്ടലൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ വിങ്ങുന്ന നൊമ്പരമായി നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് അതിലും വലിയ ഒരു ഉരുൾപൊട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. വ്യക്തമായ ഒരു ധാരണയില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവാത്ത ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഒരുപാട് പ്രശ്നങ്ങളിലാണ്, നിരവധി പ്രശ്നങ്ങളിലാണ് ഒരുപാട് ആളുകൾ അവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഒരു രക്ഷപ്പെടുത്താൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ വഷളാകുന്നു ഓരോ നിമിഷവും എന്നുള്ളതാണ്. വ്യോമസേന വരണം, ഹെലികോപ്റ്ററുകൾ അവിടെ എത്തണം, രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം കൊടുത്തേ പറ്റൂ. തൃശൂർ മുതൽ വടക്കോട്ടുള്ള മുഴുവൻ ഫയർഫോഴ്സും ഇപ്പോൾ വയനാട്ടിലേക്ക് കുതിച്ചിട്ടുണ്ട് എന്നാണ്. തൃശൂർ മുതലുള്ള മുഴുവൻ ഫയർഫോഴ്സ് സംഘവും വയനാട്ടിലേക്ക് പോകുന്നുണ്ട്. ദുരന്ത മേഖലയിലുള്ളവർക്ക് അവർ നിരവധി തവണ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന സാഹചര്യം കൂടി നമ്മോട് ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും വടക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 5 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. ഇന്നലെയൊക്കെ വലിയ തോതിൽ ഇന്നലെയൊക്കെ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. നേരത്തെ നൂറുദ്ദീൻ നമ്മളോട് സംസാരിച്ച നൂറുദ്ദീന്റെ വാക്കുകളിലേക്ക്. ഇതാണിപ്പോൾ ഫസ്റ്റ് നേരം വെളുത്തപ്പോൾ പുറത്തിറങ്ങി എനിക്ക് എടുക്കാൻ പറ്റിയ ആദ്യത്തെ ഒരു വീഡിയോ. അത്രയും സ്ഥിതിഗതികൾ ഇതാണ്. വലിയ അപകടങ്ങളാണ്. ഞാനിവിടെ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോ ഏകദേശം ഒരു 100-200ഓളം വീട് പോയിട്ടുണ്ട്. എന്റെ ഒരു അറിവില് ഒരു 100 ആള് മരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയയില് ഒരു 100-200 ആള് ഞങ്ങൾ കുടുങ്ങി കിടക്കുകയാണ്. റോഡില്ല, എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ രക്ഷിക്കാനുള്ള മാർഗം നിങ്ങൾ എന്തൊക്കെ സോഴ്സ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ചെയ്തു തരണം. ഇവിടെ കുടുങ്ങി കിടക്കുകയാണ് ഞങ്ങള്. ഇപ്പോ വീട്ടിന്റെ ഉള്ളിൽ 2 കാല് പൊട്ടിയ കുട്ടികളുണ്ട്. അവരെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് ആർക്കും ഇതുവരെ വരാനും ഞങ്ങളെ കാണാനും പറ്റിയിട്ടില്ല. വലിയൊരു ദുരന്തമൊത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. ഞാനിവിടെ സ്പോട്ടിലാണ് ഉള്ളത്. എത്ര പേരുള്ള ഒരു സ്ഥലമാണത്? എത്ര പേര് താമസിച്ചിരുന്ന പ്രദേശമാണത്? ഏകദേശം എനിക്ക് തോന്നുന്നു ഈ മുണ്ടക്കായി, ചൂരൽമല എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു എല്ലാരും കൂടെ ആയിട്ട് ഒരു 1000-1500 ആള് 1500 ആള് താമസിക്കുന്ന ഏരിയയാണ്. പൂർണ്ണമായും ആ പ്രദേശം ഇല്ലാതായോ? പൂർണ്ണമായി മുണ്ടക്കായി, ഈ ചൂരൽമല സ്കൂളിന്റെ ഏരിയ, അങ്ങനെ ഒരു ഏരിയ മൊത്തം ഇല്ലാതായി. പുത്തുമല ദുരന്തത്തിനെക്കാട്ടി വലിയ ദുരന്തമാണ്. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് ജീവന് വേണ്ടി ഇതാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മാർഗം നിങ്ങൾ ചെയ്തു തരും. ഓക്കെ. നൂറുദ്ദീനാണ് ചൂരൽമല വാർഡ് മെമ്പർ. അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി അത് വളരെ കൂടുതലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ദുരന്തത്തിന്റെ വ്യാപ്തി വലിയ തോതിലാണ്. വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു എന്നാണ്. വടക്കൻ കേരളത്തിൽ ഇതനുസരിച്ച് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കാമെന്നുള്ള മുന്നറിയിപ്പ് പല മേഖലകളിലുമുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്.